ഹായ് ഓൾ. അപ്പോൾ നമ്മുടെ PSC അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ രണ്ടാം ഘട്ട എക്സാം ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എക്സാം? അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല നിലവാരം പുലർത്തിയ, എന്നാൽ ചില ഭാഗത്ത് നിന്ന് ഈസി ചോദ്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില ഭാഗത്ത് നിന്ന് അത്യാവശ്യം ടഫായിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ലിസ്റ്റ്. അതിൽ ഓരോ ജില്ലകളിലും എത്രയായിരുന്നു കട്ട് ഓഫ്, എത്ര പേരായിരുന്നു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്, അതുപോലെ തന്നെ ഇപ്രാവശ്യം ഏകദേശം എത്ര മാർക്കാണ് കട്ട് ഓഫ് വരാൻ സാധ്യത എന്നൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കാസർഗോഡ് ജില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 60.6 മാർക്കായിരുന്നു. അതിൽ ഏകദേശം 457 പേരായിരുന്നു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത്. ഇനി കണ്ണൂർ ജില്ല നോക്കുകയാണെങ്കിൽ 66 മാർക്കായിരുന്നു. അതിൽ 598 പേരായിരുന്നു ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. ഇനി വയനാട് ജില്ല നോക്കുകയാണെങ്കിൽ 62 പേരായിരുന്നു, 300 പേര് ഉൾപ്പെട്ടു. അടുത്തതായിട്ട് പാലക്കാട് ജില്ല 65.3 മാർക്ക്, 598 പേരായിരുന്നു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. ഇനി എറണാകുളം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ 64.6 മാർക്കായിരുന്നു കട്ട് ഓഫ് ഉണ്ടായിരുന്നത്, 876 പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ഇനി ഇടുക്കി ജില്ല നോക്കുകയാണെങ്കിൽ 57 മാർക്കായിരുന്നു കട്ട് ഓഫ് ആയിട്ടുണ്ടായിരുന്നത്, 504 പേരെയായിരുന്നു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. പിന്നെ ആലപ്പുഴ ജില്ല നോക്കുകയാണെങ്കിൽ 61.6 മാർക്ക്, അതിൽ 599 പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. കൊല്ലം ജില്ല നോക്കുകയാണെങ്കിൽ 64 പേര്. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തിയത് കൊല്ലം ജില്ലയിലായിരുന്നു, 910 പേരെയായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ PSC ഇനിയുള്ള ലിസ്റ്റിലും ഏകദേശം ഇത്ര തന്നെ ആൾക്കാരെ എടുക്കാനാണ് സാധ്യതയെങ്കിൽ നമുക്ക് മൊത്തത്തിൽ എങ്ങനെ കട്ട് ഓഫ് നോക്കാം, എല്ലാ ജില്ലകളിലെയും കട്ട് ഓഫ് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാസർഗോഡ്, അതുപോലെ വയനാട്, അതുപോലെ ഇടുക്കി, ആലപ്പുഴ എന്നീ ജില്ലകളിൽ കട്ട് ഓഫ് വരാൻ സാധ്യത ഒരു 60 മാർക്കിനും 65 മാർക്കിനും ഇടയിലായിരിക്കും. എന്നാൽ കണ്ണൂർ, പാലക്കാട്, എറണാകുളം, കൊല്ലം തുടങ്ങിയ ജില്ലകളിൽ കട്ട് ഓഫ് വരാൻ സാധ്യത ഒരു 65 മാർക്കിനും 70 മാർക്കിനും ഇടയിലായിരിക്കും. ഇതിൽ കൊല്ലത്ത് തന്നെ അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ജില്ലയാണ്. കാരണം ഒരുപാട് പേര് അവിടെ കഴിഞ്ഞ പ്രാവശ്യം റാങ്കിൽ ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ ഒരുപാട് പേര് അവിടെ പോയി എഴുതാൻ സാധ്യത അധികമാണ്. അതുപോലെ തന്നെ ഇത്രയും മാർക്ക് വാങ്ങിയിട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് ജോലി കിട്ടുമെന്ന് സംശയമുള്ളവർക്കായിട്ടാണ്. അതായത് നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ ഒരു 70% ആൾക്കാർക്കെങ്കിലും ജോലി ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. കാരണം ഈയിടെ നടന്ന LDC എക്സാം, അതുപോലെ തന്നെ LGS എക്സാമിലൊക്കെ പലരും ഈ പരീക്ഷ എഴുതിയവരായിരിക്കും. അവർക്ക് അതിൽ നിയമനം കിട്ടിയതുകൊണ്ട് തന്നെ ഒരുപാട് NJD പോലുള്ള ഒഴിവുകളൊക്കെ ഒരുപാട് കിട്ടുന്ന പോസ്റ്റാണ് ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. അത് നമുക്ക് കഴിഞ്ഞ ലിസ്റ്റ് നോക്കിയാൽ അറിയാം എത്രത്തോളം NJD കിട്ടിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നിയമനം ലഭിക്കുന്ന ഒരു ലിസ്റ്റ് തന്നെയാണ് ഈ ഒരു അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആരും നിരുത്സാഹപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി കാണാം.